Hi everyone, I'm Adira. ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന പേപ്പറാണ് സോഫ്റ്റ് സ്കിൽ. ദ പേപ്പർ കോഡ് ഈസ് 145. 4 ബ്ലോക്കുകളിലായിട്ട് ടോട്ടൽ 16 യൂണിറ്റുകളാണ് ഈ ഒരു പേപ്പറിലുള്ളത്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് വീതം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സോഫ്റ്റ് സ്കിൽ എന്ന് നോക്കാം. ഒരാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്കില്ലുകളാണ് ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടി നമ്മളൊരു കോഴ്സിലൂടെയോ ട്രെയിനിങ്ങിലൂടെയോ ഒക്കെ എക്സ്റ്റേണലി ലേൺ ചെയ്ത് പഠിച്ചെടുക്കുന്ന സ്കില്ലുകളാണ് ഹാർഡ് സ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചിങ് ആണ് അവരുടെ ഹാർഡ് സ്കിൽ. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെങ്കിൽ കോഡിംഗ് ആണ് അവരുടെ ഹാർഡ് സ്കിൽ. ഇത്തരത്തിൽ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടി നമ്മൾ പഠിച്ചെടുക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഹാർഡ് സ്കിൽ. ഓൺ ദി അതർ ഹാൻഡ്, സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പേഴ്സണൽ സ്കില്ലുകളാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ മാത്രം ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ലുകളാണ് സോഫ്റ്റ് സ്കിൽ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമുക്കിത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ ഏതൊരു ഒക്കേഷനിൽ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ജോബിന് വളരെയധികം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഹാർഡ് സ്കിൽ. പക്ഷേ ആ ജോബിൽ നമ്മുടെ സക്സസ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കില്ലാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ ബിഹേവിയർ ഡിസ്പ്ലേ ചെയ്യുന്നു, എങ്ങനെ ഒരു ടീമിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു, നമ്മുടെ വർക്ക് എത്തിക്സ് എങ്ങനെ കാണിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ. ഇനി ബാക്കി നമുക്ക് മൊഡ്യൂളുകൾ നോക്കാം. ഫസ്റ്റ് ബ്ലോക്കാണ് അണ്ടർസ്റ്റാൻഡിങ് സോഫ്റ്റ് സ്കിൽ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് വാട്ട് ആർ സോഫ്റ്റ് സ്കിൽ. പേര് പോലെ തന്നെ സോഫ്റ്റ് സ്കിൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, വാട്ട് ആർ ദ മേജർ വാല്യൂസ് ഓഫ് സോഫ്റ്റ് സ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ലൈക്ക് സൈൻ ലാംഗ്വേജ്, ബോഡി മൂവ്മെന്റ്സ്, ജസ്റ്റേഴ്സ്, ഇത്തരത്തിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇത് നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് യൂണിറ്റ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ, അതിൻ്റെ കോൺസെപ്റ്റ്, അതിന് ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലൈക്ക് ബയോളജിക്കൽ ഓർ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇത്തരത്തിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമുക്കൊരു പേഴ്സണാലിറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് യൂണിറ്റ് ആണ് കീപ്പിംഗ് ഫിറ്റ്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഫിസിക്കൽ ഹെൽത്ത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഒരാളുടെ ലൈഫിൽ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം മെന്റൽ ഹെൽത്തിൻ്റെയും സ്ട്രെസ് ഫ്രീ ലൈഫിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ബ്ലോക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ദ സെൽഫ്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സെൽഫ് റിഫ്ലക്ഷൻ. പേര് പോലെ തന്നെ സെൽഫിനെ കുറിച്ചുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. എന്താണ് സെൽഫ്, സെൽഫ് റിഫ്ലക്ഷൻ എന്താണ്, സെൽഫ് എസ്റ്റീം എന്താണ്, വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് സെൽഫ്, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ് തുടങ്ങിയ സെൽഫിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. സെക്കൻഡ് യൂണിറ്റ് ആണ് അഡാപ്റ്റബിലിറ്റി. ഡെഫിനേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് അഡാപ്റ്റബിലിറ്റി, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, നമ്മുടെ ഈ ഒരു വേൾഡിൽ ലാക്ക് ഓഫ് അഡാപ്റ്റബിലിറ്റി മൂലം നമുക്ക് നേരിടേണ്ടി വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. തേർഡ് യൂണിറ്റ് ആണ് ലേണബിലിറ്റി. അതിൻ്റെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ, അതിൻ്റെ ബെനിഫിറ്റ്സ്, കോൺസിക്വൻസസ്, അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യാനുള്ള പ്രോസസ്സിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ ഫോർത്ത് യൂണിറ്റ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മുടെ ഈ ഒരു കണ്ടംപററി കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഒരാളൊരു ഇമോഷണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ ഒരു വർക്ക് ഫോഴ്സിൽ ഒരു എംപ്ലോയർ തൻ്റെ എംപ്ലോയിൽ നോക്കിക്കാണുന്ന സ്കില്ലുകൾ ഏതൊക്കെയാണ്, സച്ച് ആസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, നെഗോഷിയേറ്റിംഗ് സ്കില്ലായിരിക്കാം, ലീഡർഷിപ്പ് ആയിരിക്കാം, കോപ്പറേറ്റീവ് സ്കില്ലായിരിക്കാം, ഇത്തരത്തിൽ എംപ്ലോയർ നോക്കിക്കാണുന്ന സ്കില്ലുകൾ ഏതൊക്കെയാണ്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ കോമ്പിറ്റൻസ് എന്താണ്, കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്, ടീം വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. ദെൻ കംസ് ബ്ലോക്ക് 3 അണ്ടർസ്റ്റാൻഡിങ് അതർ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് അപ്രീഷിയേറ്റിംഗ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്. ഇതിൽ മെയിൻ ആയിട്ട് നോക്കിക്കാണുന്ന ഒന്നാണ് കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ് അപ്രോച്ച്. അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന ബാരിയേഴ്സ്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ് അപ്രോച്ച് എന്നാൽ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ നോക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ആണ് കോർഡിനേഷൻ വിത്ത് അതേഴ്സ്. കോർഡിനേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻസ്, അതിൻ്റെ വാല്യൂസ് ആൻഡ് സ്ട്രാറ്റജീസ്, അതിൻ്റെ ടെക്നിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ലൈഫിൽ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ടീം വർക്ക്, ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് യൂണിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ഡിസബിലിറ്റി. കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഡിസബിലിറ്റി. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അവർക്ക് സൊസൈറ്റിയിൽ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് വേണ്ടി നടക്കുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്,
ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ 4th യൂണിറ്റ് ആണ് പീപ്പിൾ മാനേജ്മെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പീപ്പിൾ മാനേജ്മെന്റ് ആസ് എ സോഫ്റ്റ് സ്കിൽ, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് ഓഫ് പീപ്പിൾ മാനേജ്മെന്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് പീപ്പിൾ മാനേജ്മെന്റ് ഇൻ എൻ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ ഈ പേപ്പറിലെ ലാസ്റ്റ് ബ്ലോക്കാണ് തിങ്കിങ് ഓഫ് ദ ബോക്സ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ലേണിംഗ് ടു ബി ക്രിയേറ്റീവ്. ക്രിയേറ്റിവിറ്റി എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, ഫീച്ചേഴ്സ്, നമ്മുടെ വേൾഡിലെ ക്രിയേറ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഹൗ ക്യാൻ വൺ ബിക്കം ക്രിയേറ്റീവ്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്, കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് യൂണിറ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇവയുടെ ഡെഫിനേഷൻ, ഇത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം, അതായത് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ 4th യൂണിറ്റ് ആണ് ഹാക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ, അതായത് നമ്മുടെ ലൈഫിൻ്റെ സക്സസിന് വേണ്ടി ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്, അതുപോലെ തന്നെ പീപ്പിൾ മാനേജ്മെന്റിന്റെയും ലീഡർഷിപ്പിന്റെയും ഒക്കെ ഇവല്യൂഷനും സ്കോപ്പും എന്താണ്, മോട്ടിവേഷണൽ തിയറീസ്, എബ്രഹാം മാസ്ലോയുടെ നീഡ് തിയറി, ഗോൾ തിയറി, എക്സ്പെക്റ്റൻസി തിയറി, റീഇൻഫോഴ്സ്മെന്റ് തിയറി തുടങ്ങിയ കുറച്ച് തിയറികളൊക്കെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത്. സോ ഇത്തരത്തിൽ 4 ബ്ലോക്കുകളിലായിട്ട് 16 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റുകളും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം.